നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഏറ്റുമാനൂർ സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം ജനുവരി 20 നടക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആൽഫ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. പ്രസിഡന്റ് VM മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ആൽഫ ചെയർമാൻ KM നൂർദീൻ, ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റിയും ഡോക്ടർ സണ്ണി ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ഡോക്ടർ സണ്ണി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടിക്കര, കേരള വ്യാപാരി വ്യവസായി ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാനും മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവുമായ ES ബിജു, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ് കുമാർ, കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ, കുറുവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി, കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ബിജു വലിയമല, ചലച്ചിത്ര താരം അംബിക മോഹൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, ഏറ്റുമാനൂർ സെന്റർ ട്രഷറർ PH ഇക്ബാൽ എന്നിവർ ആശംസകൾ അർപ്പിക്കും. വൈസ് പ്രസിഡന്റ് KC ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി ജോൺ ഫിലിപ്പോസ് നന്ദിയും പറയും. ആൽഫ പാലിയേറ്റീവ് കെയർ പുതിയതായി നടപ്പിലാക്കാൻ ആരംഭിച്ച സോഫ്റ്റ്വെയറിൽ സെന്ററുകളുടെ ഭാരവാഹികൾക്കുള്ള ഇൻഫർമേഷൻ ഡാഷ്ബോർഡിനെ കുറിച്ചുള്ള ചർച്ച എടമുട്ടം ആൽഫ ഹോസ്പീസിൽ സംഘടിപ്പിച്ചു. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ സലിൻ സോളമൻ, സോഫ്റ്റ്വെയർ ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് സിനി സോജൻ തുടങ്ങിയവർ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് അവതരിപ്പിക്കുകയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധർ, വിവിധ ലിങ്ക് സെന്റർ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ആൽഫയുടെ അക്കൗണ്ട്സ് വിഭാഗം സെന്ററുകളിലെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നവർക്കായി പരിശീലന പരിപാടി നടത്തി. ഓഡിറ്റർ ഓഫീസിന്റെ പ്രതിനിധികളായ അമീൻ EA, മനാഫ് TA എന്നിവർ സെന്ററുകൾ പിന്തുടരേണ്ട നിയമപരമായ നടപടികളെക്കുറിച്ച് വിവരിച്ചു. അക്കൗണ്ട്സ് മാനേജർ ജലജകുമാരി, ഹോസ്പീസ് അക്കൗണ്ട്സ് മാനേജർ സനോജ് മോഹൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.